നമസ്കാരം. നിയമസഭാ ഇലക്ഷന്റെ എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. ഇനി ഓരോ മുന്നണിക്കും എത്ര സീറ്റുകളാണ് പ്രതീക്ഷ? കേരളം ആര് ഭരിക്കും? ആര് വാഴും? ആര് വീഴും? കേരളത്തിൽ LDFും UDFും BJPയുമാണ് പ്രധാനമായും ഏറ്റുമുട്ടുന്നത്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണമല്ല ലക്ഷ്യം, ശക്തി തെളിയിക്കുക എന്നുള്ളതാണ്. ഇത്തവണ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP കേരള രാഷ്ട്രീയത്തിൽ അമ്പേ പരാജയപ്പെടും. BJP 2016 കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത്, നേമത്ത്. 2021 വി ശിവൻകുട്ടി വന്ന് ആ അക്കൗണ്ട് പൂട്ടി. വീണ്ടും കേരള നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് മാത്രമല്ല BJPയുടെ ലക്ഷ്യം, ശക്തി തെളിയിക്കുക എന്നുള്ളത് കൂടിയാണ്. 35ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങിയ BJPക്ക് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പറയുന്നത് 0 മുതൽ 3 വരെയാണ്. 0 എന്നർത്ഥമാക്കുന്നത് അക്കൗണ്ട് തുറക്കില്ല എന്നല്ല, കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും BJPയെ കുറിച്ച് പറയുന്നത്. പക്ഷേ എത്ര സീറ്റ് വരെ എത്താം? ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPക്ക് പ്രവചിക്കുന്നത് 3 സീറ്റുകൾ വരെയാണ്. BJPക്ക് 12 സീറ്റ് വരെ പറഞ്ഞ എക്സിറ്റ് പോൾ സർവേകളുണ്ട്. എന്നാൽ ടൈംസ് നൗ പറയുന്നത് 3 മുതൽ 7 വരെ സീറ്റുകളാണ്. BJP നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പീപ്പിൾ ഇൻസൈറ്റ് എന്ന സർവേ BJPക്ക് 14 സീറ്റ് വരെ പറയുന്നുണ്ട്. ആ 14 സീറ്റ് പറയുന്നതിന് അവർ പറയുന്ന കാരണങ്ങൾ ശരിയുമാണ്. ലോകസഭയിലും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നേടിയ വോട്ടിന്റെ വിഹിതം വെച്ച് നോക്കുമ്പോൾ BJPക്ക് 14 സീറ്റ് വരെയെങ്കിലും എത്തിച്ചേരേണ്ടതാണ്. ആ സർവേ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ലോകസഭയിൽ ഏകദേശം 20% വോട്ട് വിഹിതം കേരളത്തിലുണ്ടായിരുന്ന BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് 15% ആയി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് 17% വരെ ആകാമെന്നും പീപ്പിൾ ഇൻസൈറ്റ് പറയുന്നുണ്ട്. അങ്ങനെ 17% വോട്ട് വിഹിതം വരികയാണെങ്കിൽ BJPക്ക് 10 മുകളിൽ 14 വരെ സീറ്റുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് പീപ്പിൾ ഇൻസൈറ്റിന്റെ അഭിപ്രായം. എന്നാൽ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ സാധാരണ ഭരണമാറ്റം വരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. ഇതുവരെ ഈ കഴിഞ്ഞ 2 ടേം ഒഴിച്ച് ഭരണമാറ്റം വന്നതൊക്കെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക തരത്തിൽ. കാരണം ഭരിക്കുന്നവരോടുള്ള വെറുപ്പ്, അത് പ്രകടമാക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ആകെയുള്ള വഴി പ്രതിപക്ഷത്തിരിക്കുന്നയാളിനെ അടുത്ത പ്രാവശ്യം ഭരണപക്ഷത്ത് ആക്കുക എന്നുള്ളത് മാത്രമാണ്. വീണ്ടും അവരെ മടുക്കുമ്പോൾ അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നയാളിനെ ഭരണപക്ഷത്താക്കുക. LDF UDF എന്ന 2 വിഭാഗങ്ങൾ മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മാറി മാറി വന്നത് പ്രതിപക്ഷത്തിന്റെ കഴിവുകൊണ്ടല്ല, ഭരണപക്ഷത്തിന്റെ കഴിവുകേടുകൊണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചതിന് ഒരു പ്രധാന കാരണം കൊറോണയും കിറ്റും തന്നെയാണ്. എന്തായാലും അത് ജനങ്ങളെ സ്വാധീനിച്ചു. അങ്ങനെ ഇടതുപക്ഷത്തിന് 2ാമത് തുടർഭരണം ലഭിച്ചു. ഇപ്പോൾ ചെറുതായെങ്കിലും മാറി ചിന്തിക്കുന്നതിന് 3ാമതൊരു മുന്നണി ഉണ്ടായപ്പോൾ BJPക്ക് 3 സീറ്റ് വരെയെങ്കിലും എത്തിച്ചേരാവുന്ന ഒരവസ്ഥയായി. BJPയുടെ ചില പ്രതീക്ഷകൾ അസ്തമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ വന്നിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ BJP 20 സീറ്റ് വരെയാണ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. പിന്നീടത് 15ആയി, 10എങ്കിലും പിടിക്കും എന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ അത് 3-ലെത്തി നിൽക്കുകയാണ്. 3 സീറ്റും തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേകളുടെ പ്രത്യേകത. നിയമം ഉറപ്പായി എക്സിറ്റ് പോൾ എല്ലായിടത്തും പറയുന്നു, എല്ലാ എക്സിറ്റ് പോളും നിയമം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴക്കൂട്ടവും എക്സിറ്റ് പോളുകൾ ഉറപ്പിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന 3ാമത്തെ സീറ്റ് വട്ടിയൂർക്കാവാണ്. എന്നാൽ BJPയുടെ വളരെ വലിയ പ്രതീക്ഷയായിരുന്ന പാലക്കാട്, എവിടെ ചെന്നാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു BJP. അവിടെ എക്സിറ്റ് പോൾ സർവേ ഫലം അനുസരിച്ച് വിജയസാധ്യത കുറവാണ്. പിന്നെയുള്ളത് മഞ്ചേശ്വരം. എല്ലായ്പ്പോഴും പ്രതീക്ഷയുള്ള സ്ഥലമായിരുന്നു, മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. കഴിഞ്ഞ പ്രാവശ്യം 100-ൽ താഴെ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലം.
എന്നാൽ ഇത്തവണ അതും നഷ്ടപ്പെടും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകളുടെ പ്രഖ്യാപനം. അതുപോലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കേരളത്തിൽ നിന്ന് MP ഉണ്ടായ തൃശ്ശൂരും ബി.ജെ.പി ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതും നഷ്ടപ്പെടും അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡും പാലയുമൊക്കെ ബി.ജെ.പിയുടെ പ്രതീക്ഷയിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി കൃത്യമായ പ്രൊഫഷണലിസത്തോടുകൂടി ബി.ജെ.പിയെ മുന്നോട്ട് നയിച്ചതാണ്. ആദ്യമൊക്കെ ചെറിയ ചേരിതിരിവുകൾ, കളത്തിൽ പോരുകളൊക്കെ വന്നപ്പോൾ അതിനെ ശക്തമായി അമർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. ഒപ്പം പരമാവധി സീറ്റുകൾ എത്തിക്കുന്നതിന് ഏതെല്ലാം രീതിയിൽ പൊരുതാമോ ആ രീതിയിലെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി കേരളത്തിൽ ശക്തമായി പൊരുതി. അതുപോലെ പുതിയ പാർട്ടികളെ മുന്നണിയിലേക്ക് എത്തിച്ചു, 2020 പോലുള്ള പുതിയ പാർട്ടികളെ. അതുപോലെ തന്നെ വികസനം, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഇറക്കി ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചു. പുതുമുഖങ്ങളുടെ പരീക്ഷണം കൂടിയായപ്പോൾ ബി.ജെ.പി കൃത്യമായ പ്രൊഫഷണലിസത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതെല്ലാം വോട്ടായി മാറിയോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൽ നിൽക്കുകയാണ്. അതുപോലെ ബി.ജെ.പി പ്രതീക്ഷിച്ച ശബരിമല പ്രശ്നങ്ങൾ, അത് ബി.ജെ.പിയേക്കാൾ ഏറെ ഗുണം ചെയ്തത് കോൺഗ്രസിനാണ്. കൂടെ ഈ ഇലക്ഷന് ബി.ജെ.പി പ്രതീക്ഷിച്ച മറ്റൊരു തലമാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ ബി.ജെ.പി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞുടൻ ക്രിസ്ത്യൻ സഭകൾക്ക് നേരെ ഷോൺ ജോർജും PC ജോർജും ഒക്കെ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന ബി.ജെ.പിയുടെ പ്രതീക്ഷ അമ്പേ പരാജയപ്പെട്ടു എന്ന് വേണം പ്രതീക്ഷിക്കാൻ. FCRA പ്രശ്നം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ശക്തമായി ബി.ജെ.പിക്കെതിരെ ഒരു ആയുധമായോ എന്ന് ബി.ജെ.പി കേന്ദ്രങ്ങൾ തന്നെ കരുതുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പറയുന്നത്. അത് 5 വരെയായാൽ ബി.ജെ.പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഇത്തവണ. 5-ന് പുറത്തു പോയാൽ ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയാത്ത രാഷ്ട്രീയ ശക്തിയായി ബി.ജെ.പി വളർന്നു കഴിഞ്ഞു എന്നുള്ളതിന് തെളിവുമാകും. എന്നാൽ തൂക്കുമന്ത്രിസഭ എന്ന പ്രതീക്ഷ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടു. 10 സീറ്റ് വരെ എത്താം. കോൺഗ്രസിനും അല്ലെങ്കിൽ UDF-നും ഇടതുപക്ഷത്തിനും 70-ന് താഴെ സീറ്റുകൾ എന്ന ഒരു പ്രതീക്ഷ, തൂക്കുമന്ത്രിസഭ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ബി.ജെ.പി ആകും എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് ഇത്തവണ ബി.ജെ.പിക്ക് ലഭിച്ച ഏറ്റവും വലിയ അടി. എന്തായാലും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാൽ തന്നെ ബി.ജെ.പിക്ക് അത് നേട്ടമാണ്. അത് 5 സീറ്റ് വരെ എത്തിയാൽ വലിയ മുന്നേറ്റമാണ്. അതിന് മുകളിൽ പോയാൽ ബി.ജെ.പി അപ്രതിരോധ്യമായ ഒരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് കണക്കാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.